നമസ്കാരമുണ്ട്. ഇപ്പോൾ ഒരു സംഭവം വൈറലായി കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മകൻ്റെ കൂട്ടുകാരൻ 14 വയസ്സുള്ള ചെക്കൻ്റെ ഒപ്പം 35 വയസ്സുള്ള സ്ത്രീ ഒളിച്ചോടി. അത് പാലക്കാട് ആലത്തൂർ കുനിശ്ശേരി ഭാഗത്തുള്ളതാണ് സ്ത്രീ. ആ സ്ത്രീ മകന് 11 വയസ്സുള്ളൂ, മകൻ്റെ കൂട്ടുകാരൻ 14 വയസ്സ്. ഇവർ ഒളിച്ചോടി. എന്താ കരച്ചിൽ ജനങ്ങളുടെ! ആ സ്ത്രീയുടെ മുഖം കാണിക്കുന്നില്ല. സ്ത്രീ ആയതുകൊണ്ടാണോ ജനങ്ങൾക്ക് അവളെ കാണണ്ടേ? സത്യം പറഞ്ഞാലേ എനിക്കൊരതിശയം തോന്നിയിട്ടില്ല. കാരണം എനിക്ക് അതിശയം തോന്നാത്ത കാരണം നാളെ ഫെബ്രുവരി 28 എൻ്റെ ബർത്ത്ഡേ. ഇതേ ദിവസം 27 14 വയസ്സുള്ളപ്പോൾ എൻ്റെ എറണാകുളം നഗരത്തിലുള്ള ഒരു പെങ്ങളുടെ വീട്ടിൽ അവിടെ കുറച്ച് ദിവസം ഞാനവിടെ അവർക്ക് സഹായത്തിന് പോയി നിന്നതാണ്. 14 വയസ്സുള്ളൂ. അവൾ പ്രസവിച്ചൊക്കെ കിടക്കുമ്പോൾ അളിയന് ജോലിക്ക് പോകുമ്പോഴേക്ക് മറ്റേ കുട്ടീനൊക്കെ ഒന്ന് പിടിക്കാനൊക്കെ അങ്ങനെ പോയി. അവിടെ അടുത്ത വീട്ടിൽ വാടകയ്ക്ക് ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ഒരു ചേച്ചി, നല്ല സ്നേഹമുള്ള ഭർത്താവ്, ഒരു കുട്ടി, നല്ലൊരു ഫാമിലി. ഈ ചെക്കൻ പണിക്ക് പോയി, ഇവളുടെ ഹസ്ബൻഡ് പണിക്ക് പോയി. ചേച്ചി എന്നെ ഓരോ പേരും പറഞ്ഞ് വിളിക്കും. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ നമ്മളെ അറിവില്ലാത്ത പ്രായത്തിൽ ഇവർ നമ്മുടെ ലൈഫിൽ കടന്നു വരിക. അത് സെക്സ് വർത്താനങ്ങൾ പറയുക, നീ കൈയും കൊണ്ട് സ്വയംഭോഗം ചെയ്തിട്ടുണ്ടോ, ഇങ്ങനത്തെ നിഷ്കളങ്കമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നമ്മുടെ സമാനം എണീപ്പിക്കും. എന്നിട്ട് എന്ത് സാധനമൊക്കെ എന്തൊരു വലിപ്പമൊന്നുമില്ല, ചെറുതല്ലേ, എന്നാലും അതും കൊണ്ട് പറ്റുന്ന പണിയൊക്കെ ആ പെണ്ണ് എന്നെ കൊണ്ടെടുപ്പിച്ച്. അവരും വായിലൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. പക്ഷേ അതിന് പകരമായിട്ട് എന്നെ കൊണ്ട് അസലായിട്ട് നക്കിച്ച്. നല്ലൊരു പെണ്ണാണ്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് നഷ്ടമൊന്നുമില്ല, എനിക്കൊരു സുഖം കിട്ടി, അതിനും കിട്ടി. അപ്പോൾ ഞാനീ പറഞ്ഞു കൊണ്ടുവരുന്ന പോയിൻ്റ് എന്താണ്, ഈ സ്ത്രീക്ക് 35 വയസ്സുണ്ടെന്ന് പറയും. പ്രായം ഓരോ വർഷം തോറും മനുഷ്യന് കൂടി വരും. പക്ഷെ അതിനനുസരിച്ച് ബുദ്ധി ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇപ്പം എനിക്ക് ഇത്ര ഏജായി. എൻ്റെ 14 വയസ്സിലും എന്നെ ഇങ്ങനെ അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നും ഈ സ്വഭാവമുള്ള പെണ്ണുങ്ങളുണ്ട്. ഇതേ സ്വഭാവം തന്നെയാണ് ഈ പെണ്ണ് കാണിച്ചത്. പക്ഷേ ഇവിടെ പറ്റിയെന്താണ്, ഇവള് കുറച്ച് ബുദ്ധിയില്ലായ്മ, അല്ലെങ്കിൽ ശരിക്കുള്ള ബുദ്ധി ആ സ്ത്രീക്കില്ല. അല്ലെങ്കിൽ അന്ധമായിട്ട് ആ കുട്ടിനോടുള്ള പ്രണയം, എന്ത് പേരിട്ടാണ് അതിന് വിളിക്കണമെന്നറിയില്ല, അതിന് ഇഷ്ടം കൂടിപ്പോയി. ആ നേരത്തെ അവർക്കൊരു മറ്റുള്ള കാര്യങ്ങളൊക്കെ മറക്കുകയാണ്. അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും മനുഷ്യന്. അങ്ങനെ ഇവർ ഒളിച്ചോടാൻ തീരുമാനിക്കല്ല, കുട്ടീനെ കൊണ്ട് അവൾ ഒളിച്ചോടിയെന്നേ പറയുള്ളൂ. കാരണം 14 വയസ്സുള്ള പയ്യനോടൊപ്പം തീരുമാനം എടുക്കാനൊന്നും ഇപ്പോൾ അവർക്ക് പറ്റില്ല. പിള്ളേർ പറഞ്ഞ കേട്ടുള്ളൂല്ലോ. അപ്പോൾ പിള്ളേരെ കൊണ്ട് കുട്ടീനെ കൊണ്ട് അവൾ പോയിട്ടുണ്ട്. പക്ഷെ അവിടെ സംഭവിച്ചത് എന്താണോ, ഇവളുടെ ബുദ്ധിയില്ലായ്മയെ എന്താ പറയുക, ചില നേരത്തെ കണ്ണ് കാണൂല, പ്രേമം, അത് പ്രായമൊന്നുമില്ല. ഞാൻ പണ്ടൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഒരു 4 മക്കൾ, പെൺകുട്ടികൾ, ഇത്ര വ്യത്യാസമാണ്. ഒരു പെണ്ണ് കറുത്തിട്ടാണെങ്കിൽ അതിനെ ഭംഗിനെ ബോഡി ഷേമിങ് അല്ല, ഭംഗിയില്ല, കഴുത്തിലൊരു മുഴ. ഈ പെണ്ണിനെ നല്ലൊരു ചെറുപ്പക്കാരൻ പ്രേമിച്ച്, നാട്ടുകാർ മുഴുവനും പറയും, ഈ 4 മക്കളുള്ള പെണ്ണിനെ എന്തിനാണ് നീ പ്രേമിക്കണം. പക്ഷെ അവൻ്റെ തലയിൽ ഇത് കയറി എന്താ ഒരു ബാധ കൂടിയ പോലെ, കണ്ണ് കാണൂല, ഒരേ ലക്ഷ്യം, ഇവളെ സ്വന്തമാക്കണം. അവൾക്കാണെങ്കിൽ ഭർത്താവൊക്കെയുള്ളതാണ്. പക്ഷേ അവർ ഒരുമിച്ച്, അതിപ്പോൾ ഒരു 30-35 വർഷം മുമ്പാണ്. പക്ഷെ ഇപ്പോഴും അവർ ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾക്ക് കണ്ണ് കാണൂല. എല്ലാവരും കൂടി ആ സ്ത്രീൻ്റെ നെഞ്ഞത്ത് കയറണ്ടെന്നുള്ള അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അയ്യോ, ഒരു മറുനാടലിലുണ്ടായ ഒരു പെണ്ണ്, ഒരു അവതാരിക, അവൾ കരയാണ്. ഇത് ഇവളെന്ത് പണിയാണ് ചെയ്തത്, ഇതൊക്കെ അവനവന് വരും. ചിലപ്പോൾ ചില കാര്യത്തിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പഴിച്ചു പോകും. കേൾക്കണ ഒരു മൂക്കത്ത് വരലുമൊക്കെ ഞാനിവിടെ സപ്പോർട്ട് ചെയ്യുമൊന്നുമല്ല. പക്ഷെ ഇത് അങ്ങനെ തീരെ സംഭവിക്കാത്തൊരു കാര്യമൊന്നുമല്ല. എന്നെ അത്രയും വർഷം മുമ്പ് എന്നെ കൊണ്ട് ചെയ്യിച്ച ഒരു സ്ത്രീ. അന്നിപ്പോൾ അവരെന്നോട് പറയാം നമുക്ക് ഒളിച്ചോടാന്ന് പറഞ്ഞാൽ
ചിലപ്പോൾ ഞാൻ പോയിട്ടുണ്ടാവും, പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അവർക്ക് മറ്റുള്ള ഭർത്താവിൻ്റെ തണലും സുഖജീവിതം, അതിൻ്റെ ഇടയ്ക്കൊരു വെറൈറ്റി നക്കിക്കല മാത്രമേ അവരുടെ ഉദ്ദേശം ഉണ്ടായുള്ളൂ. ഇതങ്ങനെയല്ല, ഈ സംഭവം ഡിഫറെൻ്റാണ്. ഇവളുടെ ഹസ്ബൻഡ് എന്താ സ്ഥിതി, അവളുടെ വീട്ടിൽ, അല്ലെങ്കിൽ അവളുടെ ബാക്ക്ഗ്രൗണ്ട്, അവളുടെ ചെറുപ്പകാലം, ഇതൊക്കെ ചകഞ്ഞ് പോകുമ്പോൾ ചിലപ്പോൾ ഇവളെ തെറ്റ് പറയാൻ പറ്റൂല. നമുക്ക് കാണ്ടടച്ച് വെടിവെക്കരുത്. നമ്മൾ ഒരു കാര്യം കൃത്യമായിട്ട് അറിയണ്ട്. ഏജ് ഡിഫറൻസ്, അമ്മയുടെ പ്രായം എന്നൊക്കെ പറഞ്ഞ് കരയരുത്. കരയുന്നതിന് മുമ്പ് അവിടെ എന്താ ഉണ്ടായെന്ന് ഒന്ന് അന്വേഷിക്കാൻ ശ്രമിക്കുക. അത്ര എനിക്ക് പറയാനുള്ളത്. നമസ്കാരം.